സ്വന്തം വീടിന് തീ വെച്ചിട്ട് അത് കെടുത്താൻ അയൽക്കാരോട് വെള്ളം ചോദിക്കുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇറാനിലെ ഇസ്ലാമിക് ഭരണകൂടത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഏറെക്കുറെ ഇത് തന്നെയാണ്. അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെ പോരാടാൻ ലോകമെമ്പാടുമുള്ള മുസ്ലിം രാഷ്ട്രങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്നും ഇറാനെ സഹായിക്കണമെന്നും ആവശ്യപ്പെടുകയാണ് മുതിർന്ന ഇറാനിയൻ നേതാവ് അലി ലാരിജാനി. അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ മുസ്ലിം ലോകം മൗനം വെടിയണം എന്നാണ് ലാരിജാനിയുടെ പ്രധാന ആവശ്യം. ഇറാന്റെ പ്രതിരോധത്തെ സഹായിക്കാൻ ആരും വരുന്നില്ല എന്നും മിക്ക ഇസ്ലാമിക രാജ്യങ്ങളും ഈ പോരാട്ടത്തിൽ കേവലം കാഴ്ചക്കാരായി നിൽക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അമേരിക്കൻ സൈനിക താവളങ്ങൾ തങ്ങളുടെ രാജ്യങ്ങളിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുന്ന അയൽ രാജ്യങ്ങൾക്കെതിരെയും അതായത് അറബ് രാജ്യങ്ങൾക്കെതിരെയും ലാരിജാനി ശക്തമായ വിമർശനം ഉന്നയിച്ചു. ഈ രാജ്യങ്ങൾ തങ്ങളുടെ നിലപാടുകൾ പുനർവിചിന്തനം ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ഒരു മുതിർന്ന കമാൻഡറും മറ്റു ചിലരും അടുത്തിടെ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ലാരിജാനിയുടെ ഈ പ്രസ്താവന വരുന്നത്. ലോക മുസ്ലിങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് അമേരിക്കയോടും ഇസ്രയേലിനോടും തങ്ങൾ പൊരുതുന്നത് എന്നാണ് ലാരിജാനിയുടെ അവകാശവാദം. ഒരു വശത്ത് അമേരിക്ക എന്ന വലിയ ചെകുത്താനും ഇസ്രയേൽ എന്ന ഇളം ചെകുത്താനും, മറുവശത്ത് ഇറാനും പ്രതിരോധ സേനകളും തമ്മിലുള്ള പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ ഈ പ്രസ്താവനകൾക്ക് പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയവും ചരിത്രപരമായിട്ടുള്ള ചിത്രവും മറ്റൊന്നാണ്. ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ച് ഇറാനിൽ മുല്ലമാർ അധികാരത്തിൽ വന്ന അന്ന് തുടങ്ങിയതാണ് അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെയുള്ള ഇറാന്റെ ഈ കൊലവിളി. യാതൊരു പ്രകോപനവുമില്ലാതെ 1980-കൾ മുതൽ ഖമേനി ഭരണകൂടം മുഴക്കിയ ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രയേൽ എന്ന മുദ്രാവാക്യങ്ങൾക്ക് പിന്നിൽ പാശ്ചാത്യ സംസ്കാരത്തോടും ജൂതന്മാരോടുമുള്ള തീവ്രമായ മതവിരോധം മാത്രമായിരുന്നു. ഈ മതമൗലികവാദത്തിന്റെയും തീവ്രവാദ ചിന്താഗതികളുടെയും പേരിൽ IRGCയും ഖമേനി ഭരണകൂടവും ചെയ്തത് സ്വന്തം രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളെ അടിച്ചമർത്തുക എന്നതാണ്. രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ ജനങ്ങളുടെ ക്ഷേമത്തിന് പകരം ഇസ്രയേൽ എന്ന ശത്രുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തികൾ തുടങ്ങിയ പ്രോക്സി ഗ്രൂപ്പുകൾക്ക് ആയുധം നൽകാനാണ് അവർ ചെലവഴിച്ചത്. അമേരിക്കയുടെ വിദേശ നയങ്ങളിൽ പല തെറ്റുകളും ഉണ്ടാകാം, തെറ്റുകളില്ല എന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല. എന്നാൽ ഇന്ന് പശ്ചിമേഷ്യൻ സമാധാനത്തിനും അതിലുപരി ഇറാനിലെ സാധാരണ ജനങ്ങൾക്കും ഏറ്റവും വലിയ ഭീഷണി IRGCയുടെ ഈ തീവ്രവാദ നിലപാടുകളും ആണവ മോഹങ്ങളും തന്നെയാണ്. അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് ഇടം നൽകുന്ന അറബ് രാജ്യങ്ങളെ ലാരിജാനി വിമർശിക്കുമ്പോൾ ഒരു കാര്യം കൂടി ചിന്തിക്കേണ്ടതുണ്ട്. ഈ അറബ് രാജ്യങ്ങൾ എന്തിനാണ് കോടികൾ മുടക്കി അമേരിക്കയുടെ പ്രതിരോധ സാമഗ്രികൾ വാങ്ങിക്കൂട്ടുന്നതും സൈനിക ബേസുകൾ തുടങ്ങി വെക്കുന്നതും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവർ ആരെയാണ് ഭയക്കുന്നത്? അവരെ ആക്രമിക്കാൻ വരുന്ന ആ ശക്തി മറ്റാരുമല്ല, അത് ഇറാൻ തന്നെയാണ്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിൽ നിലയ്ക്ക് നിർത്തേണ്ട ഒരു ചട്ടമ്പിയായി ഇറാൻ മാറി എന്നതാണ് യാഥാർത്ഥ്യം. എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം ഈ മതതീവ്രവാദം തന്നെയായിരുന്നു. ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ പൂർണ്ണമായി ഒറ്റപ്പെടുകയും സ്വന്തം ജനതയുടെ പിന്തുണ പാടെ നഷ്ടപ്പെടുകയും ചെയ്ത ഒരു ഭരണകൂടം അവസാനത്തെ അടവെന്ന നിലയിൽ വീണ്ടും അതേ മതത്തിലേക്ക് തന്നെ തിരികെ പോവുകയാണ്. രക്ഷപ്പെടാൻ വേണ്ടി ഇസ്ലാമിക ഐക്യം എന്ന മതപരമായ കാർഡ് ഇറക്കാനുള്ള ഗൂഢശ്രമമാണ് ലാരിജാനിയുടെ ഈ സഹായ അഭ്യർത്ഥനയ്ക്ക് പിന്നിൽ. നിങ്ങൾ ആരുടെ പക്ഷത്താണ് എന്ന ലാരിജാനിയുടെ ചോദ്യത്തിന് ഇസ്ലാമിക ലോകത്തിന്റെ തുടരുന്ന മൗനം തന്നെയാണ് ഏറ്റവും വലിയ മറുപടി. ഇറാനിലെ സാധാരണ ജനങ്ങൾ തങ്ങളെ അടിച്ചമർത്തുന്ന ഭരണകൂടത്തിനെതിരായ പക്ഷത്ത് നേരത്തെ തന്നെ നിലയുറപ്പിച്ചു കഴിഞ്ഞു. സ്വന്തം ജനതയുടെ സമാധാനവും സ്വസ്ഥതയും കെടുത്തിയ ഇറാൻ ഭരണകൂടം ഇപ്പോൾ പുറത്തുനിന്ന് സഹായം തേടുന്നത് ചരിത്രപരമായിട്ടുള്ള ഒരു വലിയ വിരോധാഭാസമാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.